ഓക്കെ, മോഡൽ എക്സാമിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. എ ആൻഡ് ബി ആർ ടു ഇവൻറ്റ്സ് സച്ച് ദാറ്റ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എഴുതുവാണ്. എ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റി 0.46, പ്രോബബിലിറ്റി ഓഫ് ബി 0.69, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, യൂണിയൻ്റെ പ്രോബബിലിറ്റി 0.88. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എയും വേണം, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും വേണം. അപ്പോൾ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് തന്നിട്ട് പി ഓഫ് എ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന റിസൾട്ട് എന്താ? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 1 കിട്ടും. അതിൽ എ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് എ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റിക്ക് പകരം 0.46 എഴുതും, ഇസ് ഈക്വൽ ടു 1. ഇനി ഈ നമ്പർ റൈറ്റ് സൈഡിലേക്ക് പോയാൽ മതി. അപ്പോൾ പി ഓഫ് എ ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.46, അതായത് പി ഓഫ് എ ഈസ് ഈക്വൽ ടു 1 നിന്ന് 0.46 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.54 എന്ന് കിട്ടും. അപ്പോൾ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറായി. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ട് എന്താ? ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ഇതിൽ എയുടെ പ്രോബബിലിറ്റി നമ്മളിവിടെ ചെയ്തു വെച്ചു 0.54 പ്ലസ് ബിയുടെ പ്രോബബിലിറ്റി 0.69, യൂണിയൻ്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട് 0.88. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. 0.54ഉം 0.69ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1.23 എന്ന് കിട്ടും, മൈനസ് 0.88. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.35 ആണ് ആൻസർ. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് സെക്കൻഡ് പാർട്ടായിട്ട്, എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റി. അപ്പോൾ ഈ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, ഇതിൻ്റെ മീനിങ് എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതും എന്നല്ലേ. അതായത് നമ്മൾ വെൻ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് വരച്ച് കഴിഞ്ഞാൽ ഇത് എ ആണെന്ന് വിചാരിക്കുക, ഇത് ബി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എയിലുണ്ട് ബിയിലില്ല എന്ന് പറയുന്ന പോർഷൻ ഏതാണ്? ഇത്രയും പോർഷനാണ്. എയുടെ സർക്കിളിൽ നിന്ന്, ആ എയുടെ ഫുൾ സർക്കിളിൽ നിന്ന് ഈ നടുക്കുള്ള ഇൻ്റർസെക്ഷൻ്റെ പോർഷൻ മാറ്റിയാൽ മതി അല്ലേ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എ മൈനസ് ബി ഈ ഒരു പോർഷനാണ് വരുന്നത്. ഇതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ചെയ്താൽ മതി. ഈ എയിൽ നിന്ന് ഈ കോമൺ ആയിട്ട് വരുന്ന ഇൻ്റർസെക്ഷൻ പോർഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന പോർഷനാണ് ആര്? എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. പ്രോബബിലിറ്റി ഓഫ് എ നമ്മൾ കണ്ടുപിടിച്ചു 0.54, ഇൻ്റർസെക്ഷനും കണ്ടുപിടിച്ചു 0.35, സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.1 ആണെന്ന് ആൻസർ ആവും. ഓക്കെ ആണല്ലോ അല്ലേ?